ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചില അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി. കൊല്ലം സുധി. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ. രേണുസുധിയുടെ ഭർത്താവ് കൊല്ലം സുധിയെ ഊറ്റി ജീവിച്ച ഒരു കുടുംബത്തെ പറ്റി, അല്ലെങ്കിൽ കൊല്ലം സുധിയെ പിഴിഞ്ഞ് ജീവിച്ച ഒരു കുടുംബത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വന്നിരുന്ന് പറയുന്നത്. കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു തന്നെ അവസാനം രേണുസുധിയുടെ കുടുംബത്തിനെതിരെ വാ തുറന്നിരിക്കുകയാണ്. രേണുസുധിയുടെ കുടുംബത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയുടെ ചേച്ചി, ഭർത്താവ്, അച്ഛൻ, അമ്മ ഇവർക്കൊക്കെ എതിരെ കിച്ചു ഇപ്പോൾ ദാ നാക്ക് അനക്കിയിരിക്കുകയാണ്. ഞാൻ ആദ്യമേ ചിന്തിച്ചത് വേറൊന്നുമല്ല, കുറച്ചായി കിച്ചു ഇപ്പോൾ സ്ഥിരം അങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല, അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് വലിയ റീച്ചും ഇല്ല. അപ്പം പുതിയൊരു കണ്ടന്റ്, പ്രത്യേകിച്ച് കരഞ്ഞു കൂവി പണ്ടത്തെ അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അത് റീച്ചാണ്. ഒന്നെങ്കിൽ ആ കുട്ടി ആ റീച്ച് വേണമെന്ന് ആഗ്രഹിച്ച് പഴയ കാര്യങ്ങളൊക്കെ വന്നങ്ങ് പറഞ്ഞു, ഇല്ലെങ്കിൽ മനസ്സിൽ തട്ടി അവൻ അത്രയ്ക്കും ഏതോ ഒരു നിമിഷത്തിൽ സങ്കടം തോന്നി, അതുകൊണ്ട് അവൻ സത്യങ്ങളെല്ലാം വന്ന് പറഞ്ഞു. 2 രീതിയിലും നമുക്കെടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കണോ അങ്ങനെ നിങ്ങൾ എടുത്തോ. ഞാൻ ആരെയും ഒന്നും പറയാൻ വരുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണത്. പക്ഷേ ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ റീച്ചിന് വേണ്ടി, ഇല്ലെങ്കിൽ റീച്ചിന് വേണ്ടി അവൻ പറഞ്ഞതാണെങ്കിലും അവൻ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ളമാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷേ റീച്ച് ഒന്നും മനസ്സിൽ കാണാതെ അവന് പറയാനുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും പുറത്ത് അറിയണം, ആളുകൾ അറിയണം എന്ന് ഏതോ ഒരു നിമിഷത്തിൽ തോന്നിയപ്പോൾ ചിലപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതായിരിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ രേണുസുധിയുടെ കയ്യിരിപ്പേ, രേണുസുധിയുടെ കലാപരിപാടികൾ, നൃത്യങ്ങൾ, പാട്ടുകൾ, ഇതെല്ലാം നമ്മൾ കേട്ട് വെറുത്ത് കുത്തിയിരിക്കുകയാണല്ലോ. ഈ നിമിഷത്തിൽ അവനും ഉള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. അവൻ ദാ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട്, കേൾപ്പിക്കാം. അതിനു മുമ്പ് രേണുസുധി ദുബായിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ദുബായിയുമായി ചുറ്റിപ്പറ്റി ഒരു ചെറിയ സംശയം. ആ സംശയം ചോദിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് കണ്ടാൽ അതിലും ക്ലിക്ക് ചെയ്തു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ രേണുസുധി ഇതുപോലത്തെ അൽഹലത്ത് കണ്ടന്റുകൾ മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചെയ്യുന്നൊരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ രേണുസുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തങ്ങ് പോവുക. കാരണം ഞാൻ ആരെയും ഈ വീഡിയോ കാണാൻ ഫോഴ്സ് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പലതരത്തിലുള്ള കോണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ രാഷ്ട്രീയം മാത്രം കേൾക്കാൻ താല്പര്യമുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ രേണുസുധി എന്ന് പറയുന്ന ഐറ്റത്തെ ഒന്നും താല്പര്യം കാണത്തില്ല. കാണണ്ട നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക എന്നോട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ്, അല്ലെങ്കിൽ രേണുസുധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് തോന്നി, നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. മനസ്സിലായില്ലേ? രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ പുറകെ ചെയ്യാം. അപ്പോൾ കിച്ചു പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രേണുസുധിയുടെ ഏതോ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടൊരു ചേട്ടൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി ഞാനൊന്ന് കേൾപ്പിക്കാം. എന്നിട്ട് എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ദുബായിൽ പ്രൊമോഷന് പോയതാണേ, കേട്ടോ? ഇത് ആദ്യമേ കേട്ടോ നിങ്ങൾ. പിന്നെ സ്ഥിരം കളിയുണ്ടല്ലോ, ഡാൻസ് കളിയുണ്ട്, പിന്നെ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കാറുണ്ട്. സ്ഥിരം കളിയാണ്. രക്ഷയില്ലപ്പാ. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കളികളുകൊണ്ടാണ് ഞാൻ പോകാത്ത. സ്ഥിരം കളിയാണ്. നിങ്ങൾ വാട്ടോ. രേണുസുധിക്ക് വന്ന ആ കമന്റ് ഡബിൾ മീനിങ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ രേണു അതിന് ഉത്തരം കൊടുക്കുന്നത് ഡബിൾ മീനിങ്. അത് പിന്നെ രേണുസുധിക്ക് ഉത്തരയൊന്നും അല്ല. പോട്ടെ, എൻ്റെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. രേണുസുധി, നിങ്ങൾ ചെമ്പരത്തിയോ റോസാപ്പൂവോ അങ്ങനെ എന്തിൻ്റെ ഉദ്ഘാടനത്തിന്, റെസ്റ്റോ ബാറിൻ്റെ ഉദ്ഘാടനത്തിനാണ് ദുബായിലേക്ക് പോയത്, മനസ്സിലാക്കാം. പക്ഷേ ഒരു ഉദ്ഘാടനത്തിന് രേണു മാത്രമൊന്നും അല്ല ദുബായി പോയി ഉദ്ഘാടിക്കാറുള്ളത്. ഇവിടെ വേറെ പല ആൾക്കാരും ഉദ്ഘാടിക്കാനായിട്ട് ദുബായി പോകാറുണ്ട്, പ്രൊമോഷൻ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന ഒരാൾ പോലും ഈ 10-20 ദിവസം ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേറെയും ഉദ്ഘാടനങ്ങൾ കാണും, അല്ലെങ്കിൽ വേറെയും എന്തെങ്കിലും പ്രൊമോഷനുകൾ കാണും. രേണുസുധിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രേണുസുധി ഈ ചെമ്പരത്തി എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുടെ, അത് തന്നെയല്ലേ പേര്, അങ്ങനെയാ, റോസാപ്പൂവോ ചെമ്പരത്തിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് അവിടെ പോയിട്ട് അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഉദ്ഘാടനമൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. മനസ്സിലായോ? ആകെ പ്രൊമോഷൻ നടക്കുന്നതും ഈ ഒരു
പരിപാടിയുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. ചേച്ചി അവിടെ കിടന്ന് തുള്ളുന്നതും കുത്തിമുറുക്കുന്നതും ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ 1-2 ദിവസം കൊണ്ട്, സാധാരണ ഒരാൾ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ഈ പരിപാടി തീർത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് സാധാരണ ഇവിടെ കണ്ടുവരുന്നത്. ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ, ഒരു പ്രൊമോഷന് പോയാൽ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഒരു ടീമും ഒരു 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 റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ പോലും അവർ ഇങ്ങനൊരു ഐറ്റത്തിനെ അവിടെ ഒരു കാര്യമില്ലാതെ കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസം ചെല്ലും ചെലവും കൊടുത്ത് നിർത്തേണ്ട കാര്യം എന്താ? ഇവളുടെ രാത്രികളത്തെ ഉള്ള ഡാൻസ് കണ്ടിട്ട് അതെടുത്ത് റീലാക്കി ഇടാനോ? അതിന് ഇത്ര എമൗണ്ടും കൊടുത്ത ഒരാളെ അവിടെ നിർത്തുമോ? സംശയം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കി രേണുവിൻ്റെ ആകെ ഈ ഒരു റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 വേറെ ആൾക്കാരും ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്ത് 1-2 വീഡിയോകൾ. അതല്ലാതെ ചേച്ചിയുടെ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടിറങ്ങി മറ്റേ കള്ളുകുപ്പിയും കുടച്ചക്രോ അങ്ങനെ എന്തൊക്കെയോ നട്ടാ കുറിക്കാത്ത കുറെ ഉടായിപ്പ ആൽബത്തിന്റെ ഒക്കെ സാധനങ്ങൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. അല്ലാതെ വേറെ പ്രൊമോഷനൊന്നും കാണാൻ സാധിക്കുന്നില്ല. രേണു പറയുന്നത് ഭയങ്കര തിരക്കേറിയ പ്രൊമോഷനാണ്, ഉദ്ഘാടനങ്ങളാണ്. ഇതൊന്നും കാണുന്നില്ലല്ലോടെ. സാധാരണ ഒരാൾ പോയി കഴിഞ്ഞാൽ, ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇടും, കൊളാബ് ചെയ്യും. ഇവിടെ ആകെ ആ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് രേണുവിനെ ഇത്രയും ദിവസം അവരവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇതിൻ്റെ മറവിൽ വേറെ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്? ചോദ്യമാണ്, ഒരു സംശയമാണ്. അവിടെ ഉടായ്പ നടക്കുന്നു എന്ന് ഞാനങ്ങ് പറഞ്ഞ് തള്ളി എഴുതി വെക്കുകയല്ല, സംശയമാണ്. എന്തിനാണ്? ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇത്രയും കാശും മുടക്കിയിട്ട് ഓരോ ദിവസവും രേണു അവിടെ നിൽക്കുമ്പോൾ ചിലവാണ്. 3 നേരത്തെ ഫുഡ്, ഹോട്ടൽ താമസം, ചിലവല്ലേ? അപ്പോൾ ഒരു ലാഭവും ഇല്ലാതെ, ഒരു നേട്ടവും ഇല്ലാതെ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ രേണുവിനെ പിടിച്ച് അവിടെ നിർത്തുമോ? രേണു എന്നിട്ട് റൂമിൽ കിടന്ന് കുറെ റീല് മറ്റേ എടുക്കുന്നത് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ തള്ളിക്കൊണ്ടിരിക്കുക. എന്തോ ഇതിലൊക്കെ എവിടെയോ എന്തോ ഉടായ്പകൾ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഉടായ്പകളും മണക്കുന്നുണ്ട്. സംതിങ് ഫിഷി പിടികിട്ടിയോ? ഇനി കിച്ചു, അത് എന്താണ് ഈ ഫിഷി തോന്നാൻ അങ്ങനെ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യാനുള്ളൊരു കാരണം? കിച്ചു അവൻ്റെ ചെറുപ്പം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനപ്പോൾ ഈ രേണു വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് അത്ര വെടുപ്പൊന്നും അല്ല. രേണുവിൻ്റെ കുടുംബവും അത്ര നല്ല രീതിയിലൊന്നും അല്ല കിച്ചുവിനോട്. അല്ലെങ്കിൽ കിച്ചുവിനോട് അവരെ എന്തുകൊണ്ട് കിച്ചു കോട്ടയത്ത് വീട്ടിൽ പോയി നിൽക്കുന്നില്ല എന്നുള്ളൊരു ഉത്തരം നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കിച്ചുവിന് അത്ര താല്പര്യമൊന്നുമില്ല. ഈ രേണുവിൻ്റെ ചേച്ചിയും മറ്റേ ചേട്ടനും ഒക്കെ മാക്സിമം അങ്ങോട്ട് ഊറ്റിയാണ്. ഈ ഞാൻ പണ്ടും വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്, ഈ രേണുവിൻ്റെ ചേച്ചിയുടെയൊക്കെ ഭർത്താവിന് ചേട്ടന് വേറെ പണിയൊന്നുമില്ല ചേട്ടാ. പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്, നിങ്ങൾ ആ സുതിയെ ഊറ്റിയാണ് ജീവിച്ചത്. ഈ ചെറുക്കനുമെന്ന് പറയുന്നുണ്ട്, നമ്മളല്ല പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ സുധിയുടെ മകൻ തന്നെ പറയുന്നു, ഒരു പണിക്കും പോകാതെ കുത്തിയിരിക്കുമായിരുന്നു, അവനൊക്കെ തീറ്റ കൊടുത്ത എൻ്റെ അച്ഛനാണെന്ന്. നമ്മൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കിനി ഓരോന്ന് കേട്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി. ഇത് 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ഷാലിനി എന്നാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവിടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് മ്യൂസിക്കോട്ടെ, അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടർ എടുത്ത് അവിടെ പോകാനായിട്ട് നിൽക്കുന്നു. ഞാൻ ഭയങ്കര കടിച്ചില്ല, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ ഇപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വെച്ചാൽ അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ട് ഞാൻ പറഞ്ഞു ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛനൊരു കൂട്ടാനുണ്ടായിരുന്നു, കൂട്ടാൻ്റെ സ്കൂട്ടറും കണ്ട, ആ സ്കൂട്ടർ എടുത്തോണ്ടാകുക. ആ സ്കൂട്ടറും എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ട് കണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പോയി. പക്ഷേ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല, അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിൽ ഓർമ്മകളെന്ന് പറഞ്ഞത്. കൂടുതലും ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞോട്ടേ കാണുന്നത് ഈ സംഭവം അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി, വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്ന് അറിയത്തില്ല, കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം, എന്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. യു ക്യാൻ കിച്ചു കമോൺ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, അവിടെ അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി.
പിന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്ക് അതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് സ്കൂട്ടർ എടുത്തപ്പം അതിനകത്ത് ഒരു പേരിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ തന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അതെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇതങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല എങ്ങനെ സംഭവം. നിങ്ങൾക്ക് എത്ര പേർക്ക് അവൻ്റെ ആ സങ്കടം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം. റീച്ചിന് വേണ്ടിയാണോ എനിക്കറിയില്ല. കാരണം ഇത്രയും കാലം അവനൊന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ പറയാൻ നിൽക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ ചോദിക്കും, മോനെ ലാസ്റ്റത്തെ വീഡിയോ ഒന്നും കയറിയിട്ടില്ല, റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. എന്തു ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല, എന്തു ആയിക്കോട്ടെ. അവൻ സത്യസന്ധമായിട്ട് അവൻ്റെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് സത്യമുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ ആ പറഞ്ഞ അവൻ്റെ സങ്കടം അത് എനിക്ക് പെട്ടെന്ന് ക്യാച്ചിങ് ആവുന്നുണ്ട്. കാരണം നമ്മളും ഏതാണ്ട് ഇതുപോലുള്ളതിനകത്തൂടെയൊക്കെ, ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ പോലും കുറേ ആൾക്കാരൊക്കെ ചെറുപ്പം തൊട്ടേ ഓരോ പ്രശ്നങ്ങൾ കണ്ടു വളർന്നവരായിരിക്കും. ഞാനും കണ്ടു വളർന്ന ഒരാളാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും വന്നത്. നമ്മൾ കാരണം വേറെ ആൾക്കാരും പല പ്രശ്നങ്ങളിലൂടെ പോകും. അങ്ങനെയാണ് അവനും അവൻ്റെ ചെറുപ്പം തൊട്ട്. ആദ്യം ഒരു അമ്മയുണ്ടായിരുന്നു, 1.5 വയസ്സായപ്പോൾ കൊച്ചിനെ ഇട്ടേച്ച് വേറെ വഴിക്ക് അവൾ പോയി. രണ്ടാമത് വേറൊരുത്തി വന്നു, അവളും 2 പിള്ളേരൊക്കെ അവൾക്ക് ഉള്ളതായിരുന്നു. ഈ മോൻ, സുധിയുടെ മകൻ അറിയുന്നത്, കിച്ചു അറിയുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴും അവന് സങ്കടം വരും. അവൻ്റെ ലൈഫ് ലോങ് അവന് ബാക്കി എല്ലാം മറന്നു കളയാൻ പറ്റും. പക്ഷേ സ്വന്തം അമ്മ, ആലോചിക്കണം നിങ്ങൾ, സ്വന്തം അമ്മ 1.5 വയസ്സുള്ളപ്പോൾ അവനെ ഇട്ടിട്ട് പോയത് അതൊരിക്കലും ആ മകൻ്റെ മനസ്സിൽ നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലൂടെയൊക്കെയാണ് അവൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അവൻ രേണുവിനെതിരെയോ രേണുവിൻ്റെ കുടുംബത്തിനെതിരെയോ ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടാൻ പുറത്ത് വന്നിട്ടില്ല. ഒന്നും അവൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭയങ്കര സൈലൻസ് ആയിരുന്നു അവൻ്റെ. പക്ഷേ ഇപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. കുറേ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ, രേണുസുതി, ആ പേര് പറയുമ്പോഴേ നിങ്ങൾ കാണുന്നുണ്ടോ അവൻ്റെ മുഖത്തുള്ള ആ ഒരു ഭാവം? ഒരു പുച്ഛമാണോ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ ഒരു സ്നേഹം അതവിടെ എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സ്നേഹത്തോടെയാണോ അവനത് പറയുന്നത്? ഒരു സ്നേഹത്തോടെയാണ് അവനത് പറയുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യയില്ലേ രേണു അമ്മ എന്നേ പറയുള്ളൂ. രേണുസുതി. കാരണം അവരങ്ങനെയാണ്. അവരാ പറഞ്ഞു നടക്കുന്ന പോലും ആ മകന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലായിടത്തും ചെല്ലുമ്പോൾ രേണുസുതിയാണ് ഞാൻ, രേണുസുതി, ശ്രുതി എന്ന പേര് അവസാനം വരെയും കാണും. എന്നാൽ ഞാൻ വേറെ കെട്ടും കേട്ടാ, കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പേര് മാറ്റും. രേണുസുതിയാണ് ഞാൻ, രേണുസുതി. ആർക്കാണെങ്കിലും അതൊരു രേണു നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ജോക്കറായിട്ട് തോന്നുള്ളൂ. ഇനി ഒട്ടുമിക്ക ആളുകൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്ക് പോലും ഇനി നിങ്ങളെ ഒരു ജോക്കർ, ഒരു കോമാളിയായിട്ടേ തോന്നത്തുള്ളൂ. കാരണം നിങ്ങളുടെ മകൻ വരെ നിങ്ങളെ കാണുമ്പോൾ പുച്ഛിച്ച്, ആ പേര് കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളുക അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റ് ബോക്സിൽ പറയുക, ബാക്കി കേൾക്കാം. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോവാം നമുക്ക്. ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി? അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി, ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ? ഞാൻ അച്ഛൻ ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അവൻ ഒരിക്കലും അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരുന്നില്ല. അച്ഛന് ഇഷ്ടമാണോ? അച്ഛന് ഇഷ്ടമാണെങ്കിൽ അച്ഛൻ കെട്ടിക്കോ. 2 ആണെങ്കിലും 1 ആണെങ്കിലും 3 ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കെട്ടിക്കോ. അത് അവൻ്റെ ഒരു മെൻറ്റാലിറ്റി. നല്ല കാര്യമല്ലേ അവൻ പറഞ്ഞത്? ഇല്ല അച്ഛൻ ഇനി കെട്ടണ്ട, 2 കഴിഞ്ഞു, 2 പണി കിട്ടി, ഇനി വേണ്ട എന്നവൻ പറഞ്ഞില്ല. അച്ഛന് ഇഷ്ടമാണോ? നല്ല രീതിയിൽ പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ കെട്ടിക്കോ.
അവിടെ തീർന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം. രേണു എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ ഫോൺ ചെയ്തപ്പോഴും വീഡിയോ കോളും നേരിട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹവും പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ കിച്ചുവിന് മനസ്സിലായി തുടങ്ങി, രേണുവിനെ മാത്രം നോക്കിയാൽ പോരാ, രേണുവിൻ്റെ ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും അച്ഛനെയും അമ്മയും എല്ലാത്തിനെയും തീറ്റിപ്പോറ്റേണ്ട വരുമെന്ന് ആ പയ്യന് അന്ന് മനസ്സിലായില്ല. മനസ്സിലായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. ഞാനല്ല ഇത് പറയുന്നത്, കിച്ചു തന്നെ പറയുന്നുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്, അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടപ്പെട്ട. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തിൽ നിന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി പാറു ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും, എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ അച്ഛൻ അമ്മ പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതൊക്കെയാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. കോട്ടയത്തേക്ക് വന്നു, കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്നു. രേണു സുധിയെ കല്യാണം കഴിച്ചു, കുറച്ച് നാള് കൊല്ലത്ത് നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ടയത്തേക്ക് വന്നു. കിച്ചു ഉണ്ടായിരുന്നു കൂടെ. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ പൊട്ടിത്തുടങ്ങി. ഇപ്പോഴും എൻ്റെ ചോദിച്ചേട്ടാ എന്ന് പറഞ്ഞ് നടക്കുന്ന ചേച്ചിയും സുധിയും അല്ലെങ്കിൽ ആ ചേച്ചിയുടെ കുടുംബമോ എന്തൊക്കെയോ അവിടെ പ്രശ്നങ്ങൾ പൊട്ടിത്തുടങ്ങി. കിച്ചു ക്ലിയർ ആയിട്ട് അത് പറയുന്നില്ല. പക്ഷെ കിച്ചു അറിയാതെ തന്നെ കിച്ചുവിൻ്റെ വായിൽ നിന്ന് വീണ കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഊറ്റിയാണ് രേണുവിൻ്റെ കുടുംബം ജീവിച്ചത് എന്നുള്ളത് കേൾക്കാം നമുക്ക്. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്നത് അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മ അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടിൽ ഞാൻ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരും ഇല്ല. ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഒറ്റപ്പെടലിൻ്റെ അവസാനത്തെ ഒരു ചോയ്സാണത്. ഒറ്റപ്പെടലിൻ്റെ ആ പയ്യനത് അനുഭവിച്ചിട്ടുണ്ട്. അവനത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഓപ്പണായിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവനെ ഒന്നും പറയാനില്ല. ഇനി അവനെ കല്ലെറിയാൻ നിൽക്കരുത്. അത്ര എനിക്ക് ചില ആളുകളോട്, കാരണം ചില കമൻറ്റ് ബോക്സുകൾ എന്തിനാ അവൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ കണ്ടു. നീ അത് ഉപയോഗിക്കുന്നവനല്ലേടാ, മറ്റവനല്ലേടാ, നീ മറിച്ചവനല്ലേടാ, നിർത്തിക്കോ. ആ ഡയലോഗടി നിർത്തിക്കോ. കാരണം അത് നീയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? അവൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവൻ ഓപ്പണായിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ അവൻ അത് നിർത്തി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവൻ ഓപ്പണായിട്ട് ഇങ്ങനെ വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ തീരെ പറ്റ പ്രാന്ത് പിടിച്ചവന്മാരായിരിക്കും ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് പിന്നെയും പോയി ചെയ്യുന്നത്. അല്ലാതെ ഒരുത്തൻ ഓപ്പണായിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ അവനത് നിർത്തി. പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് അവനെ കല്ലെറിയാൻ നിൽക്കരുത്. പിന്നെ അവൻ താങ്ങിയെന്ന് വരില്ല. പിടികിട്ടിയോ? അവൻ്റെ ഒറ്റപ്പെടൽ, അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. ഒരു കമ്പ്യൂട്ടർ മേടിച്ച് ആ റൂമിൽ മാത്രം ഒതുങ്ങിപ്പോയി. അവൻ്റെ അച്ഛനില്ല. വല്ലപ്പോഴും വരുമ്പോൾ മാത്രം ഒരു സ്നേഹം, അത്രേ ഉള്ളൂ. കാരണം മൂന്നാമത് കെട്ടിയത് രേണു അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചനെ ആയിപ്പോയി. അച്ഛനെയും മകനെയും തമ്മിൽ അകറ്റി. അത് തന്നെയായിരിക്കണം അവിടെ നടന്നത്. ഒറ്റപ്പെടൽ. ചില കൂട്ടുകാരും ആയപ്പത്തേക്ക് പോയി അതിനകത്തേക്ക്. കല്ലെറിയാതിരിക്കുക. അവൻ അതിനകത്തുനിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവനെ കല്ലെറിയാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറയാം. ഞാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ചു. എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാൻ തന്നെ ഒരു കാരണം
കാരണം അതുമല്ല, അതും വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടുന്നാണ് എൻ്റെ ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് തന്നെ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരെ എനിക്ക് ഫുഡ് വരും പോകും. ഇടയ്ക്ക് ഋതപ്പം എല്ലാം റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടി കിട്ടി കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പൻ ഉണ്ട് കേട്ടോ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ആ ടൈമിൽ ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ബാക്കി കേൾപ്പിക്കാമേ. രേണു ചുതി അല്ലെങ്കിൽ രേണു ചുതിയുടെ സിസ്റ്റർ ഭർത്താവ് കാണുന്നുണ്ടെങ്കിൽ ഞാനല്ല ഇനിയിപ്പോൾ നിങ്ങളെ ആട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ആട്ടുന്നതെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ സുധിയുടെ മോൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കൊറോണ സമയത്ത് ആ മനുഷ്യനോ ജോലിയില്ല, രേണുസുയുടെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ പോട്ടെ, അവരുടെ പിള്ളേരും ഒക്കെ പോട്ടെ, ഈ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു കോന്തനെ പറ്റി പറയുന്നുണ്ടല്ലോ, അവനെ വരെ നാണമുണ്ടോ? നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നാണമുണ്ടോ? നീ ആ പണിയില്ലാത്ത മനുഷ്യനെ ജീവിച്ചില്ലേ? അയാളെ തിന്ന് നീ ജീവിച്ചില്ലേ? നാണമുണ്ടോ നിനക്ക്? അത്ര ചോദിക്കാനുള്ളൂ. രേണുചിത്ര സഹോദരി എന്തെങ്കിലും കേട്ട ഉടനെ അങ്ങോട്ട് കാട്ടുവള്ളി എടുത്തോണ്ട് ഇറങ്ങുന്നതാ പോലീസ് സ്റ്റേഷനിലോട്ട്. നാണമുണ്ടോ സ്ത്രീയെ? നാണം. നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കും, നിങ്ങളോടല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളൊന്ന് ചോദിക്കും. കിച്ചു തന്നെയാ പറഞ്ഞിരിക്കുന്നത്, നമ്മളാരും അല്ലേ പറഞ്ഞിരിക്കുന്നേ. നീ നമ്മുടെ നെഞ്ചത്തോട്ടുണ്ടാക്കാൻ വരല്ലേ, നമ്മളാരും അല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കിച്ചുമോൻ തന്നെ പറഞ്ഞു, ഇത്രയും പേരെ ആ കൊറോണ സമയത്ത് നോക്കിയിരുന്ന എൻ്റെ പാവം അച്ഛനായിരുന്നു. അയാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, കുറെ ആർട്ടിസ്റ്റിനെ വിളിച്ചു, അവിടെയും പണി കിട്ടി, അവരുടെയും ചിലവ് കുറച്ചു നാൾ നോക്കേണ്ട വന്നു. അത് കൂടാതെ മൂന്നാം ഭാര്യയുടെ കുടുംബത്തിലെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവിനെ മക്കളെ എല്ലാത്തിനെയും മാമൂട്ടേണ്ട വന്ന ആ മനുഷ്യന്. കടം മേടിച്ച് മുടിഞ്ഞ്. കഴിഞ്ഞ ദിവസം രേണു പറയുന്നത് കേട്ടു, കൊറോണ സമയത്ത് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു, 500 രൂപ പോലും എടുക്കാനില്ലായിരുന്നു. എങ്ങനെ അനുഭവിക്കാതിരിക്കും രേണു? എങ്ങനെ? ആ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നിന്നെയും ആ കിച്ചൂരെ അല്ലെങ്കിൽ ഋതപ്പനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ഇത്രയും അനുഭവിക്കത്തില്ലായിരുന്നു. നിന്റെ കുടുംബത്തെ മൊത്തം ആ മനുഷ്യനെ കൊണ്ട് നീ നോക്കിപ്പിച്ചില്ലേ? ഇതിൽ കൂടുതൽ വല്ലോ നീ അയാളോട് ചെയ്യാനുണ്ടോ ബാക്കി? ഇതിൽ കൂടുതൽ വല്ലോ ഇല്ലാതെയാക്കി ആ മനുഷ്യനെ, സത്യം പറഞ്ഞാൽ ഇല്ലാതാക്കിയ നീ ഒറ്റൊരാളെന്ന് ഞാൻ പറയത്തുള്ളൂ. അയാൾക്ക് മടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ദൈവത്തോട് പലതവണ പറഞ്ഞു കാണും. അതായിരിക്കും ചിലപ്പോൾ ദൈവം പുള്ളിയെ കഷ്ടം എന്നിട്ട് ഇപ്പോഴും വന്നിരുന്ന് ഒരു നാണോ മാനോ ഇല്ലാതെ എൻ്റെ ചോദിച്ചാട്ടാ ബാക്കി കേൾക്കാം. അതും ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഒരു കാര്യം പറയാത്തതും ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന് പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്, ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10 കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനേട്ടാ കമ്പനി ഒരുത്തനുള്ളേട്ടാ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോ? എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നൊന്നും അറിയത്തില്ല. കടിച്ച് പിടിച്ച് നിൽക്കുക ചെറുക്കൻ, കടിച്ച് പിടിച്ച്. രേണു അല്ലെങ്കിൽ രേണുവിൻ്റെ ചേച്ചിയും കെട്ടിയവരും ഒക്കെ ഓർത്ത് വെച്ചോ, കാടിച്ചു പിടിച്ച് അവൻ നിൽക്കുക. എല്ലാം കൂടി അവൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. നീയൊക്കെ രേണു ചുതിയുടെ നെഗറ്റീവ് റീച്ചും മറ്റേതും എല്ലാം തീർന്നങ്ങ് കിട്ടും. മനസ്സിലായോ? ആ ചെറുക്കനാ പറയുന്നത്, നമ്മളല്ലേ പറയുന്നത്. ഒരു പണിക്കും പോകത്തില്ലായിരുന്നു ഒരെണ്ണോ. രേണുത്തിയുടെ തേത്തിയും രേണുത്തിയുടെ അല്ല, രേണുസുതി പൈലറ്റ് എങ്ങാണ്ടല്ലായിരുന്നോ? എയർ ഹോസ്റ്റസ്. അയ്യോ, എയർ ഹോസ്റ്റസ് ആയിരുന്നു രേണുസുതി, നേഴ്സായിരുന്നു രേണുസുതി, എന്തൊക്കെയോ ആയിരുന്നു രേണുസുതി. പക്ഷെ പണിക്ക് പോകത്തില്ലായിരുന്നു. അതെന്താ അങ്ങനെ?
അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒരു പണിക്ക് പോകാത്തതിൻ്റെ പേരിൽ ആ വീട്ടിൽ വഴക്ക് നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കേ. പണിക്ക് പോകാത്തതിൻ്റെ അല്ല, അത് ആ വഴക്കിൻ്റെയൊക്കെ പൊരുൾ നമുക്ക് മനസ്സിലാവുകയെ. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പണിക്ക് പോകാതെ വീട്ടിൽ ഇരുന്ന് ചുമ്മാ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ലതും പറയുമ്പോഴത്തേക്ക് അത് പിന്നെ വലിയ പ്രശ്നം, ഒച്ച ബഹളം ആവും, ലാസ്റ്റ് നമ്മൾ കുറ്റക്കാരാവും. അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്കും ഉണ്ട് ചില ആൾക്കാർ ഒരു പണിക്കും പോകത്തില്ല, ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് നമ്മളങ്ങോട്ട് മൈൻഡ് ചെയ്യത്തില്ല. അവസാനമൊക്കെ ആകുമ്പോൾ മൈൻഡ് ചെയ്യരുത് ഇതിനെ ഒന്നും, അത്ര ഞാൻ പറയത്തുള്ളൂ. തിരിഞ്ഞു നോക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളായിട്ട് അവരെ ചീത്തയാക്കുന്ന പോലെ ആയിപ്പോവും. നമ്മളെപ്പോഴും ഇങ്ങനെ ഉരുട്ടി വായിക്കാത്തോട്ട് കൊടുത്തോണ്ടിരുന്ന, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത് പറയുന്നത്. ആ ചെറുക്കൻ്റെ ഒരു അവസ്ഥ, കൊല്ലം സ്തുതി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മനുഷ്യനിൽ നിന്നുള്ളതെല്ലാം വിളിച്ചു പറഞ്ഞേനെ. അയാൾ അത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് കിച്ചുവിൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കുറച്ചും കൂടെ നമുക്കൊന്ന് കാണാം. ന്യൂസ് അച്ഛൻ വന്നിട്ട് പറഞ്ഞു നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിങ്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊരു ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യുന്നതാണ്, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു അച്ഛൻ. കേട്ടല്ലോ, രേണു സുധിയും കുടുംബവും കേൾക്കുന്നുണ്ടല്ലോ. ഇത് കിച്ചു തന്നെ, എൻ്റെ കിച്ചുമോനെ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആ കിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടമല്ലായിരുന്നു എന്നെ, അവർക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ ഷോകൾക്ക് പോകുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞു രേണു. ഇനി നീ എന്താ പറയാൻ പോകുന്നത്? നീ എന്ത് മറ്റേടത്തെ കഥയും കൊണ്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്? ആ ചെറുക്കിന് വട്ടാണെന്നോ? അതായിരിക്കുമോ നീ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോകുന്നത്? അല്ല, ഇനി അതല്ലാതെ നിനക്ക് വേറെ പറയാനായിട്ട് കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാണമില്ലേ രേണു? ഇല്ലെങ്കിൽ രേണുവിനോട് ചോദിക്കുന്നില്ല, പോട്ടെ സുധിച്ചേട്ടാ പോട്ടെ. ഈ രേണു സുധിയുടെ കുടുംബം, അതായത് ചേച്ചിയുടെ ഭർത്താവ്, എടോ ഇത്തിരി ഉളുപ്പ്, നിനക്ക് നട്ടലുണ്ടോന്നൊന്നും ചോദിക്കുന്നില്ലടാ. നീ നട്ടലുണ്ടെങ്കിൽ നീ അയാളെ കൊണ്ട് കൊറോണ സമയത്ത് അയാൾ കടം മേടിച്ചതിനകത്തൊന്നും നീ തിന്നാനിരിക്കുമോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. കുറേ ഉണ്ട്, കാണിക്കാൻ നിൽക്കുന്നില്ല, മെയിൻ സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.